ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3/4 സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും 3/4 സ്ലീവ് അളവ് എടുത്ത് വെക്കാം. എന്നിട്ട് അത് ആദ്യം നമ്മൾ 3 അളവുകളാണ് ഇതിൽ പഠിക്കുന്നത്. അതിൽ ആം ഹോള്, സ്ലീവ് റൗണ്ട്, സ്ലീവ് ലെങ്ത്ത് എന്നിങ്ങനെ 3 അളവുകൾ പഠിച്ചാൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം, കട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ അളവെടുക്കുന്നതിൻ്റെ റോങ് സൈഡ് വെക്കണം. അപ്പോൾ ഞാൻ ബ്ലൗസാണല്ലോ എടുത്തത്, ആ ബ്ലൗസ് ഞാൻ റോങ് സൈഡ് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ആദ്യം നമ്മൾ ആം ഹോള് റൗണ്ട് അളവെടുക്കണം. അത് പെട്ടെന്ന് നമ്മൾ കുറച്ച് ക്ഷമയോടെ വേണം എടുക്കാൻ. അത് വെച്ച് റൗണ്ട് ചെയ്തിട്ട് വേണം, ടാപ്പ് റൗണ്ട് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് 7.5 ആണ്. അതിൻ്റെ കൂടെ ഞാൻ ലൂസായിട്ട് 2 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട്, തയ്യൽ തുമ്പായിട്ട്. ഇത് ഞാൻ അടിച്ച ബ്ലൗസല്ല കേട്ടോ. അപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് ഷോൾഡറിൻ്റെ മുകളിൽ ടാപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് മെല്ലെ ആദ്യം ഒരു കുറച്ച് വെക്കുക. പിന്നെ ഇങ്ങനെ വെക്കാൻ പാടില്ല, കുറച്ച് മെല്ലെ വെക്കുക. അടുത്ത നമുക്ക് എടുക്കേണ്ടത് ഏറ്റവും റൗണ്ട് കുറവുള്ള, അതായത് വിഡ്ത്ത് കുറവുള്ള കൈയിൻ്റെ താഴെയുള്ള ഭാഗമാണ്. എനിക്കിവിടെ 4.5 ആണ് വരുന്നത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 കൂടെ ലൂസ് എടുക്കുന്നുണ്ട് തയ്യൽ തുമ്പായിട്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ലെങ്ത്താണ്. ലെങ്ത്ത് എടുക്കുമ്പോൾ ഈ സ്റ്റിച്ചിട്ട ഭാഗത്ത് വെച്ചിട്ട് വേണം ലെങ്ത്ത് അളവെടുക്കാൻ. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് 10.5 ആണ്. അതിൻ്റെ കൂടെയും നമ്മൾ തയ്യൽ തുമ്പായിട്ട് 2 കൂട്ടണം. എന്നാൽ മാത്രമേ നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ 10.5 കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നമ്മളെ കയ്യിൽ തുണി കിട്ടിയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം നമുക്ക് നമ്മുടെ കയ്യിലുള്ള തുണി സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വെറുതെ തുണി നമ്മൾ ഒരിക്കലും കട്ട് ചെയ്ത് പോക്കരുത്. അപ്പോൾ നമ്മൾ താഴെ 7.5 അല്ലേ ഏറ്റവും വലിയ അളവെന്ന് പറയുന്നത്, അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിൽ നമ്മൾ ആദ്യം ഈ ടാപ്പ് എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ ഈ വിരൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ വിരൽ വെച്ചെടുത്ത് കൂടെ നമ്മൾ മടക്കി വെക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ മുകളിലും 7.5 പ്ലസ് 2 ഉണ്ടോയെന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ അളവെടുക്കേണ്ടത് ലെങ്ത്താണ്. അപ്പോൾ ഇവിടെ 10.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ലൂസും മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് വരുന്ന എക്സ്ട്രാ തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. പിന്നെ അവിടുന്ന് ലൂസ് വെച്ചെടുത്തുനിന്ന് 7.5 മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ 2 ലൂസും മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തില്ലേ, ഞാൻ വെച്ചെടുത്തില്ലേ. എന്നിട്ട് നമുക്ക് ഈ മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3/4 സ്ലീവ് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് അടിക്കുന്ന സമയത്ത് നമ്മൾ കൈക്കുഴിയായിട്ട് മാർക്ക് ചെയ്യേണ്ടത് 3.5 ഇഞ്ചാണ്. ഇനി ഹാഫ് സ്ലീവാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ 3 ഇഞ്ച് മതി. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് 2 സൈഡിൽ നിന്നും, അതായത് 7.5 എന്നും 2 ലൂസെന്നും മാർക്ക് ചെയ്യുക. താഴെ നമ്മൾ 4.5 അതിൻ്റെ കൂടെ ലൂസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരച്ചു കൊടുക്കണം. കൃത്യമായിട്ട് ചോക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർച്ച് രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. മെല്ലെ വരച്ചാൽ മതി നമ്മൾ. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മളെ ലൂസില്ലേ, അവിടെ നിന്ന് 4.5 താഴെയല്ലേ, അതിൻ്റെ ലൂസിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കണം. അതും നേരെ നമ്മൾ വരയ്ക്കാൻ പാടില്ല, ഒരു ആർച്ച് രീതിയിലാണ് വരയ്ക്കേണ്ടത്. ഞാൻ വരച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നേരെ ആദ്യം കുറച്ച് നേരെ കട്ട് ചെയ്യുക. എന്നിട്ട് താഴേക്ക് കൊണ്ടുവന്ന് നമ്മൾ വളച്ചെടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ആർച്ച് രീതിയിലുള്ള താഴെ നിന്ന് മുകളിലോട്ട് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ നടുഭാഗമില്ലേ, മുകളിൽ നടുഭാഗം, ഇതാണ് കറക്റ്റുള്ള അളവ് 4.5. ഈ നടുഭാഗമില്ലേ, ഇവിടെ നമ്മൾ കുറച്ചൊന്ന് വെട്ടിക്കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നടു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ സ്ലീവ് കിട്ടുക. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊരു സ്ലീവ് നമുക്ക് കിട്ടിയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.